ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം എല്ലാവരും ചെയ്തു നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ഉറച്ചു പോയിട്ടുണ്ട്, നല്ല തണുപ്പാണ് ഇവിടെ, അതുകൊണ്ട് തന്നെ എടുക്കാൻ കുറച്ച് പാടാണ്. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഉരുകി വരുന്ന സമയം നമ്മളതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. അതുപോലെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്ന സമയം നമ്മളതിലേക്ക് കുറച്ചധികം കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൊച്ചുള്ളി ചേർത്ത് തയ്യാറാക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ നമ്മളെ കറിക്ക് ടേസ്റ്റ് കിട്ടുക. ഇനി കൊച്ചുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ സവോളയിൽ തയ്യാറാക്കിയാലും മതി. അപ്പോൾ നമ്മുടെ കൊച്ചുള്ളിയുടെ കളറൊന്ന് നന്നായിട്ട് മാറി വരുന്ന സമയം നമ്മളതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം അല്പം കറിവേപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ 2 പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് ഇതിനെ വഴറ്റി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ തക്കാളി ഒന്ന് നന്നായിട്ട് കുക്കായി വരികയും വേണം. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഒന്ന് നന്നായിട്ട് തക്കാളിയൊക്കെ വെന്ത് വരുന്നവരെ നമ്മളിതിനെ അടച്ച് വെക്കുക. അപ്പോൾ ചെറിയൊരു ശ്വാസം മുട്ടിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് വോയിസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുത്ത് നമ്മളെ പൊടികളുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്തേക്ക് നമ്മളതിലേക്ക് നേരത്തെ തന്നെ ഞാൻ പരിപ്പ് കുക്കറിൽ 2 വിസിലടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചുമന്ന പരിപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ പരിപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ പരിപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. പിന്നീട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പരിപ്പ് കുറച്ച് വെള്ളം കൂടുതൽ ചേർത്താൽ നമ്മളത് തിളച്ചൊക്കെ വരുന്ന സമയത്തേക്ക് നമുക്കതൊന്ന് കുറുകി കിട്ടും. വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. നമുക്ക് ചോറിന് കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ. വളരെ എളുപ്പം നമുക്കിത് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ പരിപ്പ് തക്കാളി കറി ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക. മല്ലിയില എന്തായാലും ചേർത്ത് കൊടുക്കണം, നല്ല ടേസ്റ്റാണ്. മല്ലിയില ചേർത്ത് കൊടുത്താൽ ഒഴിവാക്കരുത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ പരിപ്പ് തക്കാളി ഒഴിച്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും പരിപ്പും തക്കാളിയും കറി വെക്കാൻ, എങ്കിൽ കൂടി അറിയാത്തവരായിട്ടുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.